സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് കുറേ നാളിന് ശേഷം ഒരു വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. എല്ലാവരുടെയും പരാതിയായിരുന്നു ഞാൻ ലോങ് വീഡിയോസ് ഒന്നും ഇടാറില്ല, എപ്പോഴും ഷോർട്സ് വീഡിയോ ആണ് ഇടുന്നത്, പിന്നെ മറ്റേ അല്ലാതെ കണ്ടന്റ് വീഡിയോസൊക്കെയാണ് ഇടുന്നത്, അല്ലാതെ വേറെ ഒന്നും ഇടുന്നില്ല എന്നൊക്കെ ഭയങ്കര വിചാരിച്ചു എല്ലാവരുടെ പരാതി അങ്ങ് തീർത്തേക്കാതെ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഒരു ഫുൾ വ്ളോഗായിട്ടാണ്. ഒരു ഫുൾ വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ നോമ്പിന് മുന്നേ, റംസാനിന് മുന്നേ, നമ്മൾ നോമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യും. അപ്പോൾ ആ പരിപാടി ഞാൻ എല്ലാ വർഷവും ചെയ്യുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം എന്തോ ഞാൻ നനച്ചു കൂടിയിട്ട് വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ഈ വർഷം നമുക്ക് എന്തായാലും ഒരു ലോങ് വീഡിയോ തന്നെ ഇട്ടേക്കാണ്. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഷോർട്സ് ഇടാന്നാണ്, പിന്നെ വിചാരിച്ച് വേണ്ട ലോങ് ഇടാന്ന്. അങ്ങനെ ലോങ് വീഡിയോ ഞാൻ വീണ്ടും വന്നേക്കാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോയുടെ എന്താ പറയുക സപ്പോർട്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഞാൻ അടുത്ത മുന്നോട്ടുള്ള വീഡിയോസ് ഇടുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ഉള്ളത്. ഞാനിപ്പോൾ വീട് ക്ലീൻ ചെയ്യുന്നത് 7:30 ശേഷമാണ് കേട്ടോ. അതിന് മുന്നേ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് തുണിയൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു. തുണിയൊക്കെ മടക്കി വെച്ചു, അലമാരയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു, എല്ലാം ഒതുക്കി പറക്കി വെച്ചു. ഇനി പൊടി അടിക്കണം, എല്ലാം തൂത്തുവാരണം, തുടയ്ക്കണം, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ എന്ത് ചെയ്തില്ല എന്ന് ചോദിച്ചാൽ, രാവിലെ ഭയങ്കര മടിയായിരുന്നു. ഇങ്ങനെ ഫോൺ നോക്കി അങ്ങിരുന്നു. അങ്ങനെ ഒരു 5:30 മണിയൊക്കെ ആയപ്പോൾ സ്റ്റാർട്ട് ചെയ്താണ് കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇവിടെ ഒരാൾ കണ്ട പൂച്ചയും പിടിച്ച് വെച്ചോണ്ടിരിക്കുക. എപ്പം നോക്കിയാലും ഈ പൂച്ചയുടെ പിറകിലാണ്. ഹായ് പറ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. സബ്സ്ക്രൈബ് എന്ന് പറ. അപ്പോൾ അതാ കണ്ടില്ലേ, എല്ലാം കോളമായിട്ട് കിടപ്പുണ്ട്. ഇനി ഇതൊക്കെ ഒതുക്കി പറക്കി വെക്കണം. പിന്നെ ഞാൻ അലമാരയൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട്. മുകളിലോട്ട് ഞാൻ കാണിക്കില്ല, മുകളിലോട്ട് ഞാൻ ഒതുക്കിയില്ല കേട്ടോ. ഇവിടെയൊക്കെ ചുമ്മാ ഇരുന്ന. അപ്പോൾ മുകളിലോട്ട് ഞാൻ കാണിക്കില്ല. മുകളിൽ എൻ്റെ വീഡിയോ ഇടുന്ന തുണികളൊക്കെ കേട്ടോ. അപ്പോൾ ഞാനത് നല്ല ഒതുക്കിയൊന്നും വെച്ചില്ല, അത് ഭയങ്കര മടിയായതുകൊണ്ട് ഈ 3 റോ മാത്രമേ ഞാൻ ഒതുക്കിയുള്ളൂ കേട്ടോ. കണ്ട. അപ്പോൾ ഈ ഒരു അലമാര ഞാൻ ഒതുക്കി. പിന്നെ ഇനി ഇവിടെയൊക്കെ പൊടിയടിക്കണം, ഇവിടെ എല്ലാം പൊടിയടിക്കണം. പിന്നെ ഈ അലമാര ഒതുക്കി, ഇനി ഇവിടെയൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തൂത്ത് വരണം. ഇനി അപ്പുറത്തോട്ട് പോവാം. അപ്പോൾ ഞാൻ ഇവിടെ കർട്ടൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ കർട്ടനൊക്കെ ഞാൻ ഊരിയെടുത്തു. ഇനി ഇവിടെ കർട്ടനൊക്കെ ഇടുന്നത് കർട്ടനാണ്. ഈ റൂമിൻ്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ഞാൻ നമ്മുടെ ബെഡിൻ്റെ കവറും പില്ലോ കവറും എല്ലാം ഊരി വെച്ചിട്ടുണ്ട് കേട്ടോ, കഴുകാൻ വേണ്ടിയിട്ട്. പിന്നെ എല്ലാം പുതിയതിടണം. പിന്നെ ഈ കിടക്കുന്നത് ഈ അലമാരയിൽ ഇരുന്ന സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട്, എല്ലായിടവും ഒതുക്കി ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മോൻ്റെ സ്കൂൾ ഫോട്ടോ ആണോ, LKG. അപ്പോൾ ഇനി നമുക്കിതൊക്കെ ഒതുക്കണം. പിന്നെ ഞാൻ എന്തോ പറയാൻ വേണ്ടി വന്നു. ഞാൻ അടുക്കളയൊക്കെ ഒതുക്കിയേട്ടാ. അടുക്കള ഞാൻ ഇന്നലെ ഒതുക്കി ഞാൻ കാണിച്ചേട്ടാ. ഞാൻ ഇന്നലെ ഒതുക്കി പറക്കി വെച്ചേട്ടാ. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാം ഞാൻ ഒതുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല അല്ലായിരുന്നു കേട്ടോ. കാരണം ഇവിടെയൊക്കെ ഇത് തറ വന്നിട്ട് ടൈൽസ് അല്ല, ഇത് പോയിട്ട് സിമെൻറ്റ് തറയാണ്. അപ്പോൾ ഇവിടെ കഴുകിയൊക്കെ ഇറക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല. വീഡിയോ എടുത്തും വീട് ക്ലീൻ ചെയ്യണതെല്ലാം കൂടെ ഒറ്റയ്ക്ക് നടക്കില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ അടുക്കള ഒതുക്കുന്നത് ഞാൻ ചെയ്തില്ല. ഞാൻ ഇന്നലെയാണ് വീഡിയോ എടുത്തത്. ഇന്നലെയാണ് ഞാൻ അടുക്കളയെ ക്ലീൻ ചെയ്തത് കേട്ടോ. ഈ പൊടി കാര്യങ്ങൾ ഇതെല്ലാം ദാണ്ട് ഇവിടെയാണ് ഇരുന്നത്. അപ്പോൾ ഇതെല്ലാം ഇപ്പുറത്തുമാണ് ഇരുന്നത്. അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത് മാറ്റി വെച്ചു. പിന്നെ അടുപ്പ് കണ്ടില്ല, അടുപ്പ് കുറച്ചുകൂടി ഇങ്ങോട്ട് നീക്കിയാണ് വെച്ചിരുന്നത്. ഈ സംഭവം ഇപ്പുറത്താണ് ഇരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വെക്കാമല്ലോ, അതിന് ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട്. ഭയങ്കരമായ അടുക്കള, വലിയ അടുക്കളയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാം ഒതുക്കി പറക്കി വെച്ചിട്ടുണ്ട്. ഹലോ സുന്ദരി, അത് മനസ്സിലായ? ഹലോ സുന്ദരി, വീട് ക്ലീൻ ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ വർക്ക് ഇത് അവിടെ സ്റ്റാർട്ട് ചെയ്തേക്കാണ് കേട്ടോ. 7:30ക്ക് ശേഷമാണ് ഞാൻ തൂക്കാനും തുടയ്ക്കാനൊക്കെ തുടങ്ങിയത് കേട്ടോ. അതിന് മുന്നേ എനിക്ക് തുണിയൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു. തുണിയൊക്കെ മടക്കി വെച്ചു, അലമാരയൊക്കെ ഒതുക്കി വെച്ചിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കുഞ്ഞ് ഷോർട്സ് എടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ പ്ലാൻ മാറ്റിയാണ് ഫുൾ വ്ളോഗിലോട്ട് ആക്കിയത് കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ല പൊടിയുണ്ട്. ഒരു 1.5 മാസം 2 മാസത്തിന് മുന്നെയാണ് ഞാൻ ഇതുപോലെ വീടൊന്ന് ക്ലീൻ ചെയ്തത്. മൊത്തത്തിലൊരു ഡീപ്പ് ക്ലീൻ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പൊടിയുണ്ട്. കാരണം എനിക്കിങ്ങനെ വീട് അടച്ചിങ്ങനെ മൂടിയിരിക്കുന്ന ഇഷ്ടമല്ല. ഞാൻ എല്ലാ ജനലും ഒക്കെ തുറന്നിട്ട്, വാതിൽ തുറന്നിടാറില്ല, ജനലൊക്കെ തുറന്ന് മലർത്തിയിടാറുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പൊടി അകത്ത് കയറും. പൊടി കയറിയാലും കുഴപ്പമില്ല, എനിക്ക് വെട്ടവും വെളിച്ചമൊക്കെ വേണം കേട്ടോ. പിന്നെ എനിക്ക്
ഏത് വീട്ടിലിരുന്നാലും ഞാൻ ഒരു 2-3 മാസം കൂടുന്തോറും ഞാൻ ഇങ്ങനെ അലമാര, മേശ, കട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ വയ്ക്കാറുണ്ട്. അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈം ഇങ്ങനെ വയ്ക്കുമ്പോൾ നല്ല സ്പേസ് ഉണ്ട്. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞിട്ട് അടുത്ത ഒരു രീതി വയ്ക്കുമ്പം ഇത് തന്നെ കൊള്ളാം, ഇതിൽ നല്ല സ്പേസ് ഉണ്ട്, മറ്റേ സ്പേസ് കുറവായതുപോലെയൊക്കെ എനിക്കിങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. അങ്ങനെ അലമാരയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി റൂമൊക്കെ ഒതുക്കി കേട്ടോ. ഇനി ഇവിടെ ഒന്ന് തുടയ്ക്കണം. അപ്പോൾ ഞാൻ അലമാരയൊക്കെ ഇതാ ഈ രീതിയിലാക്കിയിട്ടുണ്ട്. ഇവിടെയാണ് ഈ 2 അലമാര ഇരുന്നത്. അപ്പോൾ ഞാൻ രണ്ട് സൈഡിൽ ഫേസ് ടു ഫേസ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെഷീൻ എന്താ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ എന്തോന്ന്, ഞാൻ എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോയും ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാം കാണിക്കാൻ പറ്റില്ല, കാരണം ഞാൻ ഒരാളല്ലേ ഉള്ളൂ. അതുപോലെ തന്നെ വീഡിയോ എടുത്തുതരാൻ എനിക്ക് ആരുമില്ല. അതിന് ഫോണിൽ നല്ല ചാർജ് കുറവായിരുന്നു. അപ്പോൾ ഫോൺ ചാർജിലിട്ടിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് തന്നെ. അപ്പോൾ അടുത്ത ഞങ്ങൾ കിടക്കുന്ന റൂമിലോട്ട് വന്നേട്ടാ. അപ്പോൾ ഞാൻ വിചാരിച്ചു കട്ടിലൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടാം. ഇപ്പോൾ ഈ കട്ടിലിങ്ങനെ കിടക്കുമ്പോൾ റൂം ഒട്ടും സ്പേസ് ഇല്ലാത്തതുകൊണ്ട് തോന്നിയിട്ടാണ്. അങ്ങനെ ഞാൻ മാറ്റിയപ്പോൾ നല്ല സ്പേസ് വന്നു. അപ്പോൾ മോൻ ഇടയ്ക്ക് വന്നിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അവസാനം അവൻ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ ഉമ്മച്ചി ഞാൻ സഹായിച്ചില്ല എന്നൊക്കെ. ഒരു കുന്തം ചെയ്തു തന്നില്ല. പിന്നെ അവനെ സമാധാനപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞു തന്നേട്ടാ. അപ്പോൾ നമ്മൾ കാര്യത്തിലോട്ട് വരാം. കട്ടിലൊക്കെ ഞാൻ മാറ്റിയിട്ടു. കാണാൻ പോലുള്ള കട്ടിലിൻ്റെ അടിയിൽ എൻ്റെ പോലും ഭയങ്കര പൊടിയായിരുന്നു. കാരണം എനിക്ക് ആ കട്ടിലിൻ്റെ അടിയിലോട്ട് എന്നും എനിക്ക് കയറി തൂക്കാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ ഈ കട്ടിൽ നീക്കിയപ്പോഴാണ് ഞാൻ കണ്ടത് ആ പൊടി. ഞാൻ അത് കാണിക്കാൻ പറ്റിയില്ല, വിട്ടുപോയി. അങ്ങനെ കട്ടിൽ ഈ കാണുന്ന കട്ടിൽ കാണാൻ പോലെ അല്ല കേട്ടോ. ഞാൻ ഈ നീക്കുന്ന കട്ടിൽ കാണാൻ പോലെ അല്ല, നല്ല വെയിറ്റ് ഉണ്ട്. പണ്ടാരടങ്ങാനായിട്ട് എത്ര വലിച്ചിട്ട് നീങ്ങുന്നില്ല. അങ്ങനെ വീഡിയോയിൽ കാണാൻ പോലെ എല്ലാം ഇതുപോലെ സ്പീഡിൽ അങ്ങോട്ട് എല്ലാം ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നിന്ന് ഞാൻ ഒരു നിമിഷം എഡിറ്റ് ചെയ്തപ്പോൾ ആഗ്രഹിച്ചു പോയിട്ട് ഇതുപോലെ സ്പീഡിലെല്ലാം ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്. അങ്ങനെ ഒരിക്കലും പറ്റില്ലല്ലോ. അങ്ങനെ പിന്നെന്താ, നിങ്ങളായിട്ട് ബോറടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് സ്പീഡിൽ കാണിക്കുന്നത്. പതുക്കെ കാണിച്ചാൽ ഇന്ന് നാളെ ഒന്നും തീരൂല. ഞാൻ മൊത്തത്തിൽ എടുത്തത് ഞാൻ പതുക്കെയാണ് കാണിക്കണമെങ്കിൽ ഇന്ന് നാളെ ഒന്നും തീരുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ബോറാവും. അങ്ങനെ ആ റൂം ഞാൻ കട്ടിലൊക്കെ ഒന്ന് മാറ്റി അവിടെ തൂത്തൊക്കെ ഒന്ന് വാരിയതിന് ശേഷം ഹോളിലോട്ട് വന്നേട്ടാ. ഹോളിൽ അധികം പൊടിയില്ല, വലിയ കുഴപ്പമില്ല. റൂം പോലെ ഹോളിൽ വലിയ പൊടിയില്ല. പിന്നെ ഞാൻ നമ്മളെ ജനലൊക്കെ നല്ല രീതിയിൽ പൊടിയൊക്കെ അടിച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റമദാനിൽ ഇതിനെ കാത്തിരിക്കാൻ ഇനി ഏകദേശം 4-5 ദിവസമൊക്കെ ഉള്ളൂ. വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റോടെയാണ് ഞാൻ കാത്തിരിക്കുന്നത് കേട്ടോ. എല്ലാവർക്കും അങ്ങനെയാണെന്ന് എനിക്കറിയാം. അങ്ങനെ അപ്പോൾ ഇനി അടുത്ത പ്ലാൻ റംസാൻ ആകുമ്പോഴത്തേക്ക് ഫുൾ വ്ളോഗ് ഇടണം ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് ഇടണം. പിന്നെന്താ, റംസാൻ വരുമ്പോഴത്തേക്ക് ഏതൊക്കെ തരത്തിൽ വീഡിയോ എടുക്കണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു തല പുകഞ്ഞ് ആലോചിക്കണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം നല്ല വീഡിയോസായിട്ട്. പിന്നെ ക്ലാരിറ്റി ഒരിത്തിരി കുറവുണ്ട് കേട്ടോ വീഡിയോയ്ക്ക്. ഒന്നാമത്തെ കാര്യം രാത്രിയാണ് എടുക്കുന്നത്. ഈ വീട് നല്ല വെട്ടം കുറവാണ്, കാരണം വൈറ്റ് പെയിൻ്റ് അല്ല, റോസ് കളർ പെയിൻ്റ് ആണില്ല. ഒരു ഹോളിൽ റോസും റൂം 2 മഞ്ഞ കളർ പെയിൻറ്റുമാണ് കേട്ടോ. വൈറ്റ് ആണെങ്കിൽ നല്ല ബ്രൈറ്റായിട്ട് നിൽക്കുകയുള്ളൂ. പക്ഷേ രാത്രി ആയതുകൊണ്ട് വെട്ടം നല്ല കുറവാണ്, ക്ലാരിറ്റി നല്ല കുറവാണ് കേട്ടോ. അങ്ങനെ റൂമൊക്കെ തുടച്ചു. ഫസ്റ്റ് ഞങ്ങൾ കിടക്കുന്ന റൂം 2 വട്ടം തുടച്ചു കേട്ടോ. പക്ഷേ ഞാൻ ഒരു വട്ടമേ കാണിക്കുന്നുള്ളൂ. 2 വട്ടം തുടച്ചിട്ടും റൂമിൽ പൊടിയും അഴുക്കും പോകുന്നില്ല. അങ്ങനെ എല്ലായിടവും രണ്ട് ഹോള് 3 വട്ടം ഞാൻ തുടച്ചു. അങ്ങനെ റൂമെല്ലാം തുടച്ച് വൃത്തിയാക്കിയപ്പോഴത്തേക്ക് ഇങ്ങനെ എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ ഇരിക്കുന്ന റൂം ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കുറച്ചുകൂടി നേരത്തെയും കാണാൻ നല്ല സ്പേസ് ഉള്ളതുപോലെ എനിക്ക് തോന്നി. അങ്ങനെ അവിടെ നേരെ നമ്മൾ ഹോളിലോട്ട് വന്നു. ഹോള് ഈ കാണുന്ന പോലെയല്ല, നല്ല വീതി വിസ്താരമുണ്ട്. തുടച്ചിട്ട് തീരുന്നില്ല. ഞാൻ മൊത്തത്തിൽ ഹോള് 4 വട്ടം തുടച്ചു. 2 വട്ടം ജസ്റ്റ് വെറും വെള്ളത്തിൽ തുടച്ചു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ തറയിൽ തുടയ്ക്കുന്ന ആ ലിക്വിഡ് ഉണ്ടല്ലോ അതൊഴിച്ചിട്ട് തുടച്ചു. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു തുണി എടുത്തിട്ട് വന്ന് വീണ്ടും ഒന്നുകൂടെ തുടച്ചു. അങ്ങനെ മൊത്തം 4 വട്ടം ഞാൻ ഈ ഹോള് തുടച്ചു. എല്ലായിടവും തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ബെഡിൽ ഞാൻ ഷീറ്റ് വിരിക്കാൻ വേണ്ടി വന്നു കേട്ടോ. ഇതും ഇത്തിരി മെനക്കേടുള്ള പണിയാണ്, കാണാൻ പോലെയല്ല. പിന്നെ മോനും കൂടെ ഉള്ളതുകൊണ്ട് ബെഡ്ഷീറ്റൊക്കെ വിരിക്കാൻ അവ ഒന്ന് സഹായിച്ചെന്ന് കേട്ടോ. അപ്പോൾ
വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ. പിന്നെ ഇനി എന്തൊക്കെ വീഡിയോ ഇടണം എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. ഡെയിലി വീഡിയോ ഇടാൻ എന്നെക്കൊണ്ട് പറ്റില്ല, എന്നാലും ഒന്നരാടെ ഒരിക്കലെങ്കിലും വീഡിയോ ഇടാൻ ഞാൻ ശ്രമിക്കാം. ഞാൻ ഈ പറയുന്നത് തന്നെ പിന്നെ ഞാൻ അങ്ങ് മടിച്ചു പോകും. അപ്പോൾ നിങ്ങൾ എനിക്ക് നല്ലൊരു ഇത് തന്നാൽ, പ്രോത്സാഹനം തന്നാലേ എനിക്ക് വീഡിയോ ഇടാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ എന്തൊക്കെ വീഡിയോ ഇടണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഹോം ടൂർ ഇടണമെന്ന് ആഗ്രഹമുണ്ട്, ഡേ ഇൻ മൈ ലൈഫ് ഇടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ മടി കാരണമാണ് ഞാൻ ഫുൾ വ്ളോഗ് ഇടാൻ മടിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഒക്കെ കാണാം. അങ്ങനെ റൂമെല്ലാം ഒതുക്കി സെറ്റാക്കിയിട്ടുണ്ട്. നേരത്തെത്തേക്കാളും എനിക്ക് ഇങ്ങനെ ഇട്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ നല്ല സ്പേസ് ഉള്ളതുപോലെ തോന്നി കേട്ടോ. ഫസ്റ്റ് റൂമിൽ കട്ടിലൊക്കെ ഇട്ടത് ഇക്കാര്യം സ്വന്തം പ്ലാനിലിട്ടത് കൊണ്ടാണ് അത്രയും സ്പേസ് കുറഞ്ഞ് കിട്ടിയത് കേട്ടോ. എനിക്കല്ലെങ്കിലും ഈ വീട് ക്ലീൻ ചെയ്യുന്നത്, ഒതുക്കാനും പറക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഒതുക്കി പറക്കിയൊക്കെ വയ്ക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഐഡിയപരമായിട്ട് ചെയ്യുള്ളൂ. അങ്ങനെ ഹോളിലെ സെറ്റിയും എല്ലാം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടു. അത് കഴിഞ്ഞതിന് ശേഷം എല്ലായിടത്തും കർട്ടൻ ഇട്ടു കേട്ടോ. ഈ കാണുന്ന കർട്ടൻ എൻ്റെ മോൻ്റെ തൊട്ടിലിട്ടിരുന്ന തുണിയാണ് കേട്ടോ. അതിപ്പോൾ ഞാനിങ്ങനെ റൂമിലും ഹോളിലൊക്കെ ഇങ്ങനെ കർട്ടനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. അപ്പോൾ എല്ലായിടവും കർട്ടനൊക്കെ ഇട്ടു. ഞാൻ ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഈ കർട്ടൻ എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതലേ എൻ്റെ വീട്ടിലുണ്ട്. വീട്ടിൽ ഉമ്മാപ്പാരെ വീട്ടിലുണ്ടായിരുന്ന കർട്ടനാണ് കേട്ടോ. അങ്ങനെ എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതലേ ഈ കർട്ടനുണ്ട്. എനിക്ക് ഇപ്പോൾ 25 വയസ്സായി. എനിക്ക് തോന്നുന്നു ഏകദേശം 25 വർഷം പഴക്കമുള്ള കർട്ടനാണിത്, ഈ കാണുന്ന കർട്ടൻ. അപ്പോൾ ഹോളെല്ലാം വൃത്തിയാക്കി സെറ്റാക്കിയിട്ടുണ്ട്. വീട് ക്ലീനായിട്ട് കിടക്കുന്ന കാണുമ്പോൾ തന്നെ മനസ്സിന് സന്തോഷമാണ് കേട്ടോ. എനിക്കിങ്ങനെ വീട് അലങ്കോലമായിട്ട് ഇടുന്നത് എനിക്ക് ഇഷ്ടമേ അല്ല. അതെൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എനിക്ക് ഈ വീട് ഇങ്ങനെ വൃത്തിയില്ലാതിട്ടേക്കുന്നത് എനിക്കിഷ്ടമില്ല. പെട്ടെന്ന് ആരെങ്കിലും നമ്മളെ വീട്ടിലോട്ട് കയറി വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം വെച്ച് കുടിക്കണ്ടേ? വീട് വൃത്തിയില്ലെങ്കിൽ ആരും അത് ചെയ്യില്ല കേട്ടോ. അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞു. തൂത്തുവാരി തുടച്ചു, കട്ടനൊക്കെ മാറ്റി, എല്ലാം സെറ്റാക്കി. പിന്നെ റൂമായാലും ഹോളായാലും 2 റൂമിലും ഞാൻ കട്ടിലും അലമാരയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കിടെ ഇങ്ങനെ മാറ്റി വെക്കുന്ന രസമല്ലേ. അങ്ങനെ എല്ലാം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ റൂമായാലും ഹോളായൊക്കെ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ്. അതെപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മൾ ചെയ്തിട്ട് നമ്മളെല്ലാം ഒതുക്കി ഇങ്ങനെ വെച്ചിട്ട് വന്നിങ്ങനെ കാണുമ്പോൾ എന്ത് സമാധാനം. അങ്ങനെ എല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട്. സന്തോഷമായി, സമാധാനമായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇപ്പോൾ സമയം 11:45 7:30 ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ. ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പോൾ പതിയെ ഓരോന്നും ഇങ്ങനെ ചെയ്തു. കാണാൻ പോലെയൊന്നും അല്ല, നല്ല മെനക്കേടാണ്. പിന്നെ ഞാൻ ഭയങ്കര ഡീപ്പായിട്ടൊന്നും ക്ലീൻ ചെയ്യാൻ നിന്നില്ല. എന്നാലും എന്നാൽ കഴിയുന്ന വിധം ഞാൻ എല്ലാം ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേറെ ഒരു പരിപാടിയില്ല. പിന്നെ ഞാൻ ബാത്റൂമൊക്കെ ഓൾറെഡി ഞാൻ വൃത്തിയാക്കി ക്ലീൻ ചെയ്തു. പിന്നെ കിച്ചനായിട്ട് അതുപോലെ തന്നെ. അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞ് ഇനി നമുക്ക് റമദാൻ ഇങ്ങനെ കാത്തിരിക്കാം. ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ, 4-5-6 ദിവസം കൂടെ ഇനിയുള്ളൂ. സന്തോഷം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ.